നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഡൈവിംഗ് പഠിക്കുന്ന കോഴ്സുകളിൽ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം. ഇനി സപ്പോസ് അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രീതികൾ, നമുക്കൊരു ആക്സിഡന്റ് പറ്റുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ വേറൊരു ഇതിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. കടലിൽ എന്തൊക്കെ ജീവികളുണ്ട് എന്ന്, അതിൽ നിന്നുണ്ടാവുന്ന അറ്റാക്കുകൾ ഏത് രീതിയിലായിരിക്കും, ഇനി അതിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണെന്നുള്ള എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ഫുൾ കവേർഡ് ആയിരിക്കും. നമ്മൾ വെറ്റ് സ്യൂട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൗ യൂസ് ചെയ്യും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടർ വാട്ടറിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ തന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. അണ്ടർ വാട്ടറിലുള്ള ഒരു സംഭവത്തിനെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ സി ഓക്കെ. ഒരു മീൻ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം പോലും നമ്മൾ ബോട്ടത്തിൽ തട്ടുന്നില്ല. ഓ അത്രയും ഓ ബോയൻസി ഓ എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓ സോ ഈ ഓ സ്റ്റിംഗ് റേ ഓ. പോലുള്ളതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ നിലത്ത് കൂടെ എഴഞ്ഞെഴഞ്ഞിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. പക്ഷെ ബോയൻസി കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒരു ഡൈവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ജോബിന്റെ അല്ലെങ്കിൽ സ്കൂബ ഡൈവിന്റെ ഒരു ഇതിൽ പറയുമ്പോൾ തന്നെ ഏറ്റവും ലേസിയസ്റ്റ് ജോബ് എന്ന് പറയാം. അതായത് അത്രയും പതുക്കെ വെള്ളം പോലും അറിയില്ല നമ്മൾ പോണത് എന്നുള്ളത്. ഉം. നമ്മൾ ഗസ്റ്റ് വരുമ്പോഴും അവരോട് പറയണത് നിങ്ങൾ സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നുള്ളത്. ഉം. ഇവർ സ്വിം ചെയ്യുന്ന സമയത്ത് കൈയെല്ലാം ആക്ഷൻസ് എല്ലാം ഇടുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അക്വാറ്റിക് അനിമലിന് തോന്നുന്നത് എന്തോ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് യെസ് വിചാരിച്ചിട്ട് യെസ് യെസ് യെസ്. അത് ഡിഫെൻഡ് ചെയ്യുക എന്തെങ്കിലും ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് അറ്റാക്കുകൾ വരുന്നത്. അതല്ലെങ്കിൽ അവർ അവരുടെ സ്ഥലത്തിരിക്കുവാണ്. നമ്മൾ ജസ്റ്റ് കണ്ട് ഒരു എന്താ പറയുക, ഒരു ടൂർ പോയ പോലെ പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ എത്രത്തോളം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അറ്റാക്ക് കിട്ടിക്കോളും. പിന്നുള്ളതൊക്കെ ദൈവത്തിന്റെ വിധി വിധിയാണെന്ന് അറിയാലോ. സമാധാനം. നമുക്കറിയാം ഇതിങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബാണ്. വേൾഡിലെ തന്നെ ഒരു 10 ജോബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഉള്ള ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ജോബാണ്. സോ നമുക്കറിയാം ഇതിന്റെ പുറകിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇഷ്ടം, വെള്ളത്തിനോടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ ഓരോ ദിവസം കാണുന്ന കാഴ്ചകൾ, ഇന്ന് കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്നത് അതെ അതെ എന്നുള്ളത്. അതെ അതെ. സോ നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്നും പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡൈവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ ഡൈവ് കഴിഞ്ഞു വരുന്നതും ഒരു യോഗ കഴിഞ്ഞു വരുന്നൊരു ഫീലാണ് നമുക്ക്. മെഡിറ്റേറ്റീവ് ഫീൽ ആണ്. ആ. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഫിനാൻഷ്യലി നമുക്ക് ടെൻഷൻസ് ഉണ്ട്, വീട്ടിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഗേൾ ആയതുകൊണ്ട് അതിൻ്റെ ഉണ്ടായിരിക്കാം, ബോയ്, എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതൊന്നും ആലോചിക്കാതെ സ്വസ്ഥമായിട്ടുള്ള ഒരു അരമണിക്കൂർ നമ്മുടെ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഈ ഡൈവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ ചുറ്റുമുള്ളത് ഒന്നിനെ പറ്റിയും ചിന്തിക്കത്തില്ല. ഈ ഉം. കടല്, വെള്ളം, നമ്മുടെ ബ്രീത്ത്, ഇതിൽ മാത്രമായിരിക്കും. സോ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ഒരു പുതിയ പുതിയ ആളുകളായിട്ടാണ് തിരിച്ചു വരുന്നത്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കൂടി, നല്ല എനിക്കൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ എത്രയോ കാമൻ ഇതായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും അധികം ഒരു വെളിപ്പെടുത്തലൊക്കെ പോലെ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ പത്മനാഭസ്വാമിയുടെ നിലവറയുടെ അടിത്തട്ടിലേക്ക് ഒക്കെ നിങ്ങൾ അതെ. എത്തി എന്നുള്ള ഒരു ഏരിയയൊക്കെയാണ്. ശരിക്കും എനിക്കതിൽ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഉം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിരുന്നു യെസ്. അത്രേ എന്നുള്ളതാണ്. ഉള്ളൂ, അത്രേ ഉള്ളൂ. എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ആർക്കിടെക്ചർ എന്നുള്ള അതെ, രീതിയിലാണ് അതെ. എനിക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുല്യം ചിലപ്പോൾ ഇങ്ങനെ ഒരു തോട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഒരു പക്ഷെ. അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ചത് ഹിസ്റ്ററിയാണ്. ആ. സോ ഇങ്ങനെ വല്ലതൊക്കെ കാണുമ്പോൾ, ഇപ്പൊ ഇവിടെ തന്നെ ഒരു പാറയിൽ എന്തെങ്കിലും എഴുതി വെച്ച് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും കാലം പഠിച്ച ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരും. ഉം, ഉം, ഉം. ഇതിപ്പോ അവിടെ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കടലിന്റെ അടിയിലേക്ക്, അതായത് ആ ലീല ഗ്രൂപ്പിന്റെ അവിടെ കൂടെ ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു തുറമുഖം, ഒരു മുഖം ഉണ്ട് ഉള്ളിൽ കൂടെ. അത് അവിടുത്തെ രാജാവ് പോയിരുന്നതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഉം, ഉം, പറയുമായിരുന്നു. ഉം. രാജാവ് ഉള്ളിലേക്ക് പോയിരുന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഇനി അതിന്റെ നിലവറകളൊന്നും ഇനിയും തുറന്നിട്ടില്ല. ഇനിയും തുറക്കാനുണ്ട്. എന്തുകൊണ്ട് അത് തുറക്കുന്നില്ല? ചിലപ്പോ അത് ഉം. ഇനിയിപ്പോ ഈ പറയുന്നത് പോലെ വെള്ളത്തിന്റെ അടിയിലേക്കാണോ ഒന്നും അറിയത്തില്ല. അത് ഒരു സിമ്പൽ എന്നതുപോലെ, എനിക്കറിയില്ല, ഇതൊന്നും കറക്റ്റ് ആണ്. ഞാൻ ഉം, പറയട്ടെ, ഇത് ഉം. എന്റെ മനസ്സിൽ തോന്നുന്ന അതെ 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 കാര്യങ്ങളാണ്. അതെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വാമി കിടക്കണതിന്റെ അവിടെ തന്നെ കാലിന്റെ അവിടെ ഒരു തിരമാലയുടെ ഒരു രൂപം അതെ വേണേ അതെ കാണാം. അതെ 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 അതെ. നമുക്ക് ഇന്നിപ്പോ നമുക്ക് ഓരോ ഗുഹാചിത്രങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ഇങ്ങനെയാണ് പണ്ടത്തെ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ് ഇങ്ങനെ ഉം. ഉണ്ടായിരുന്നു, ഇവരിങ്ങനെ വേട്ടയാടിയിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ അതെ, പിക്ചോഗ്രഫി കണ്ടിട്ടൊന്നുമില്ല. വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നത്. കണ്ടിട്ടൊന്നുമില്ല. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് എന്തിനെങ്കിലും സിമ്പൽ ആയിരിക്കാം ഉം. എന്നൊക്കെ എനിക്ക് തോന്നുന്നതാണ്. ഇനി അതൊക്കെ ഈ അണ്ടർ വാട്ടർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്, ഉം. അതൊക്കെ അവരുടെ ഭാഗമാണ്. എന്താണ് ഈ പലപ്പോഴും പല ആവർത്തി ആ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഭാഗം കുറച്ച് ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ ആ അതെ, ഭാഗം അതാണ്. അതെന്താണ് ആ ഭാഗം ഡേഞ്ചറസ് ആക്കുന്നത് എന്താണ്? ഈ അറിയില്ല. നിലവറയുള്ള നമ്മള് അടിത്തട്ട് ഡേഞ്ചറസ് ആക്കാനുള്ള സയന്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? എന്താന്നറിയില്ല. അതൊരു എന്താ പറയാ, ഒരു അങ്ങോട്ട് പോകുമ്പോൾ പലപ്പോഴും അവിടെ ഭയങ്കര അപകടങ്ങൾ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. ചിലപ്പോ അവിടെ നല്ല ചുഴി രൂപപ്പെടുന്ന രീതിയിലുള്ള
ഇതാക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വലിച്ച് വേറെ കരയിലേക്ക് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ്. ഓക്കെ 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 നമ്മൾ ഓക്കെ. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ദ്രോണ സിനിമ ആ അതിൽ ആ ആ അതെ കണ്ടിട്ടുണ്ടല്ലോ. അതെ 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 അതിൽ അതെ. ഇവിടെ മരിച്ച വ്യക്തി പിന്നീട് കാണുന്നത് ആ ആ വേറെ വേറൊരു എവിടെയോ ആണ്. കരയിലാണ്, ഇടയിൽ അത് ഒരു കുളം ഒരു കിണറുണ്ട്. ആ ആരൊക്കെ പറയുന്നത് പ്രേതാണ് മറ്റ് അങ്ങനെ എന്തൊക്കെയാണ് ആ സിനിമയിലുള്ളത്. പക്ഷെ ശരിക്കും അതിന്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ട്. ഉം, ആ ഉം, ഹോള് അതിൽ സക്ക് ചെയ്തിട്ടാണ് ഇവര് അപ്പുറത്തെ പുഴയിൽ എങ്ങനോ വന്ന് പൊന്തുന്നത്. ഉം, ഉം, ഉം. അതുപോലെ എന്തൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ പോലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ഉം. ശത്രുക്കൾ വരാൻ പാടില്ല എന്നൊക്കെ കരുതിയിട്ട് അന്ന രീതിയിൽ ഇത്രയും ഹാരപ്പൊക്കെ ഉണ്ടാക്കിയ ആളുകളല്ലേ. അപ്പൊ അതെ അതെ പിന്നെ അതെ അതെ അതെ. അതിൻ്റെതായിട്ടുള്ള ഗ്രേറ്റ് ടെക്നോ പാത്ത് ഒക്കെ അന്ന് കാലത്ത് ഉണ്ടാക്കിയ അതെ. ആളുകളാണ്. അപ്പൊ ഹാരപ്പയുടെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് അവരിങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ എന്തോരം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്യൂരിയോസിറ്റികൾ തന്നെയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് ഡൈവ് ഉം, ചെയ്ത സമയത്താണെങ്കിൽ പോലും അവിടെ ഈ പറയുന്നത് പോലെ നിങ്ങളിപ്പോ ബോട്ടിൽ പോവാണെങ്കിലും ഉം, ഈ പറയുന്ന കുഞ്ഞാലിമരക്കാര് ഒളിച്ചിരുന്ന സ്ഥലമാണ്. അത് അവിടുത്തെ ലോക്കൽസിന് എല്ലാവർക്കും ഉം, അറിയാം. ഉം, ഉം, അവിടെയുള്ള ഏരിയാസിൽ എല്ലാവർക്കും അറിയുന്ന ഉം, കാര്യമാണ്. കുഞ്ഞാലിമരക്കാര് ഒളിച്ചിരുന്ന സ്ഥലമാണ്. പീരങ്കി തറച്ചിട്ടുള്ള ഉം, ഹോൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉം. പറ്റും. യെസ് യെസ് യെസ്. പക്ഷേ ഈ വെള്ളത്തിന് അടിയിലേക്ക് പോകാൻ പറ്റുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. ആ ആ ആ അപ്പോഴാണ് ആ. ഞങ്ങൾ അവിടെ പോയി ഡൈവ് ചെയ്തപ്പോഴാണ് ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് പോലുള്ള സംഭവം. ഞാൻ അത്രേ കാണുന്നുള്ളൂ. ഉം. നല്ല അടിപൊളി ഡൈവ് സൈറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഡൈവ് സൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പ് പോലുള്ള കാര്യങ്ങൾ കാണുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിലത് ഇതാരുണ്ടാക്കി? ഉം. ആര് ഈ എന്തിനാ പടികൾ പണിതു? ആ. പണിതു? ഇതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന്. ഇതൊരു 4-5 വർഷം മുമ്പെയാണ് ഞാൻ ഡൈവ് ചെയ്യുന്നത് അവിടെ ഉം, പോയിട്ടുള്ളത്. ഉം, ഉം. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്താണ് ഏറ്റവും ക്യൂരിയസ് ആയി തോന്നുന്നതെന്ന് വെച്ചപ്പോൾ എന്റെ മനസ്സിൽ അന്നും ഇന്നും ഞാൻ എന്താ പറയാ ഉറക്കത്തിലും എനിക്ക് കണ്ടുപിടിക്കണമെന്നല്ല, അതിന് കൂടുതൽ എനിക്ക് അറിയണം എന്നുള്ള ഒരു സംഭവമാണ്. ഇപ്പം അണ്ടർവാട്ടറിലൂടെ സർഫ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ അപ്പൊ ഒരു തിളക്കമുള്ള ഒരു എന്തെങ്കിലും കണ്ടു, അപ്പൊ അത് സ്വർണ്ണ നാണയമാവുമോ, അങ്ങനെ ആലോചിച്ച സമയങ്ങളുണ്ടോ? സമയങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കാണാം. പക്ഷെ അത് നാണയമായിട്ട് തന്നെ കാണാം. പിന്നല്ലാതെ എല്ലാം കാണാന്ന് എല്ലാം വിസിബിൾ ആണ്. എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആ ആ. പക്ഷേ നമുക്കൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഡോണ്ട് ടച്ച് ഇറ്റ്. ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവരും പറയും എന്തിനാ പിന്നെ ഇത്രയൊക്കെ ഇപ്പൊ ഓരോ ഇന്റർവ്യൂവിൽ ചോദിക്കും നിങ്ങൾ ഇത്ര വെയിറ്റ് എടുക്കുന്നില്ലേ ഉം, ഇതെല്ലാം. ഉം. നമ്മൾ ഇത്രയും വെയിറ്റ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സീ കുക്കുംബർ ഒരു കിടപ്പുണ്ട് വെള്ളത്തിന്റെ അടിയിൽ എന്ന് ഉം. പറയുന്നത്. അത് നല്ല ഈ പറയുന്ന ഔഷധ ഗുണമുള്ള ഒരു മെഡിസിൻ ആണെന്ന്. അതെടുത്ത് വിറ്റാൽ തന്നെ നമുക്ക് പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നാശം അതെ അതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ സോ അതെ അതെ നമുക്ക് അതെ. മാക്സിമം അവരെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കോറൽസ് ഉണ്ട്. ഉം, കോറൽസ് ഒക്കെ നല്ല വിലപിടിപ്പുള്ള ബ്ലാക്ക് കോറൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇവിടെയല്ല, കുറച്ച് മറ്റു ഉം. രാജ്യങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. പേളൊക്കെ ഒറിജിനൽ കുറെ കണ്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ഒരു ആള് ഗിഫ്റ്റ് ചെയ്തത് പോലും ഒരു പേൾ ആയിരുന്നു. ആ ആള് ഓക്കെ ഓക്കെ. എവിടെയോ പവിഴപ്പുറ്റിനെ ആയിരുന്നു. ആ. യെസ്, യെസ്. അത് നമുക്ക് ലീഗൽ ആയിട്ടുള്ളത് കേട്ടോ. ഇല്ലീഗൽ ആയിട്ടുള്ളതല്ല, ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെയാണ് ഇപ്പൊ മെയിനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഈ കടലിന്റെ അടിയിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്.